ഹിബ ഷെറിൻ ഒരു കോളേജിൻ്റെ വൈസ് ചെയർപേഴ്സണാണ്, യൂണിയൻ വൈസ് ചെയർപേഴ്സണാണ്. ഒരു നമ്മുടെ ഈ പാനലിലെ ഏറ്റവും പ്രായം കൊണ്ട് ചെറിയ കുട്ടിയാണ്. ഈ തലമുറയുടെ പ്രതിനിധി കൂടിയാണ്. പൊതുരംഗത്ത് വളരെ ആക്റ്റീവായ ഒരാളാണ്. പ്രതിബദ്ധതയുള്ള പുതിയ തലമുറയുടെ പ്രതിനിധിയുമാണ്. ഹിബ, നമുക്ക് ഇപ്പോൾ ഒരു തലമുറയിൽ നിന്നുകൊണ്ട് ഇതൊക്കെ തെറ്റാണ്, ഇങ്ങനെയല്ല യുവത്വം പെരുമാറേണ്ടത്, ഇങ്ങനെയല്ല സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കേണ്ടത്, ഇതാവരുത് ലഹരി എന്നൊക്കെ ഉപദേശിക്കാനേ കഴിയൂ. പക്ഷെ ഇത് തിരിച്ചറിയേണ്ടതും സ്വന്തമായി ബോധ്യം വരേണ്ടതും അല്ലെ. ഇപ്പൊ നമ്മൾ ഒരാളോട് പറയുന്നു, അത് കേൾക്കുന്നു എന്ന ഇമ്പാക്റ്റ് അല്ലല്ലോ, സ്വന്തമായി ബോധ്യം വരേണ്ടതും ഈ കൗമാരത്തിനും ഈ യുവത്വത്തിനുമാണ്. എങ്ങനെയാണ് നമ്മുടെ ആ ഒരു തലമുറയ്ക്ക്, നമ്മൾ പ്രതീക്ഷയോടെ കാണുന്ന ഒരു തലമുറയിലേക്ക് ഇത്രത്തോളം ഇറങ്ങിച്ചെല്ലാൻ ലഹരിക്കോ ലഹരി വ്യാപിപ്പിക്കുന്ന ആളുകൾക്കോ കഴിയുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അതിന് നിങ്ങൾ മനസ്സിൽ കാണുന്ന പരിഹാരം എന്താണ്? തീർച്ചയായും നമ്മളിപ്പോഴത്തെ ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ലഹരി എന്ന് പറയുന്നത് പണ്ടെല്ലാം ഒറ്റപ്പെട്ട് കാണുന്ന ഒരു സംഭവം ഇപ്പം അത്രമാത്രം വ്യാപിച്ചു കിടക്കുകയാണ്. ഒരു തലമുറയെ കുറ്റം പറയുന്ന ഒരു അവസ്ഥയിലാണ്. തീർച്ചയായും അത്രത്തോളം നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള ഒരു തലമുറയിൽ ലഹരി അത്രമാത്രം വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഒരു മാസമാണ്, അല്ലെങ്കിൽ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ കരുതുന്ന ഒരു തലമുറയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഒരു തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് എനിക്കറിയെങ്കിൽ പോലും എൻ്റെ കൂടെയുള്ള ആളുകളെല്ലാം ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു തെറ്റിനെ കാണാത്തൊരവസ്ഥയിലാണ് നമ്മൾ. അല്ല, അതൊരു തെറ്റായിരിക്കില്ല, ഇത്രയും പേര് ചെയ്യുമ്പോൾ അതൊരു തെറ്റല്ല എന്നുള്ളൊരു ബോധമാണ് നമ്മുടെ ഓരോരുത്തരും ഉള്ളിൽ വരുന്ന ഒരു കാര്യം. നമ്മുടെ ഇന്നർ മൈൻഡ് നമ്മളോട് പറയുന്ന ഒരു കാര്യം അതാണ്. ഇത്രയും ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ, അതിന് ശരിക്കും തെറ്റാണോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് ഇടയ്ക്ക് നമ്മുടെ മനസ്സ് വരും. അങ്ങനെ പലരും ഈ ഒരു തെറ്റിലേക്ക് വന്നു പോകുന്നുണ്ട്. അപ്പം എന്ത് തന്നെ ചെയ്താലും, എന്ത് തന്നെ കൊള്ളരുതായ്മ ചെയ്താലും, എന്ത് തന്നെ ചെയ്താലും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലേക്ക് ഒരു കാര്യം പറയാതെ വയ്യ. എന്ത് തന്നെ ചെയ്താലും ഒരു പ്രശ്നവുമില്ല, ഒരു ചോദ്യം ചെയ്യപ്പെടില്ല എന്നുള്ള ഒരു ബോധം ഇന്നത്തെ തലമുറക്ക് ഉണ്ടല്ലോ. ഒരാളെ കൊന്നു, അല്ലെങ്കിൽ ഒരു ഇത്ര വലിയൊരു പ്രശ്നം ചെയ്തു, അല്ലെങ്കിൽ ഇത്ര വലിയൊരു കാര്യം ചെയ്തെങ്കിൽ പോലും എനിക്ക് ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് ഇന്നത്തെ ഒരു തലമുറ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. ആ ഒരു തലമുറയെ വെച്ച് നോക്കുമ്പോൾ ലഹരി ചെയ്തെന്ന് ചോദിക്കുക, അത് കുഴപ്പമില്ല, ഇത്രയും ആളുകൾ ചെയ്യുന്നതല്ല, അത് പ്രശ്നമില്ല എന്നുള്ള ഒരു ചിന്തയാണ് ആ ഒരു ഇപ്പം ഇത് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ഉള്ളിലുള്ള കാര്യം. അപ്പം അങ്ങനെയുള്ളൊരു ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുത്ത് പോയിട്ട് ഇത് തെറ്റാണ്, ഇങ്ങനെ ഒരു ക്ലാസ് എടുത്ത് കൊടുത്താൽ എനിക്ക് തോന്നുന്നില്ല അത് എത്രമാത്രം അവർക്ക് സ്വീകാര്യപ്രദമാവും എന്നുള്ള കാര്യം. അത് പ്രാക്ടിക്കൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും മനസ്സിലാവാത്തൊരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തിച്ച് മനസ്സിലാക്കി കൊടുക്കണം. ബി പ്രാക്ടിക്കൽ. നമ്മൾ എങ്ങനെയാണോ ആ ഒരു അവസ്ഥയെ തുടച്ച് നീക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് വേണം ശരിക്കും അവർക്ക് കാണിച്ചു കൊടുക്കാനുള്ളത്. ഞാൻ മുമ്പ് ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വിദേശത്തും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇവർക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എല്ലാം അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സിസ്റ്റം ആണെങ്കിൽ പോലും എല്ലായിടത്തും വേണമെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തുടങ്ങാം. ഇപ്പോൾ ഒരു കോളേജ് വിദ്യാർത്ഥിനിയെ സംബന്ധിച്ചിടത്തോളം ആ കോളേജിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഒരു ടെസ്റ്റ് വേണമെങ്കിൽ നമുക്ക് വെക്കാവുന്നതാണ്. ഈ കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത്ര മണിക്കൂറിനിടയ്ക്ക് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം. അതെല്ലാം വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യം. നമുക്ക് ചെറിയ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിസ്റ്റങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കൾ, ഇന്നത്തെ മാതാപിതാക്കൾക്ക് MDMA കണ്ടാലോ അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങൾ കണ്ടാലോ ഇന്നത്തെ തലമുറയിലെ മാതാപിതാക്കൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പം അവർക്ക് വേണ്ടി അവരുടെ കുട്ടി സുരക്ഷിതമാണോ എന്നുള്ളത് അവർ പറഞ്ഞു ചോദിച്ചാൽ, ഒരു പക്ഷേ ആ കുട്ടിയോട് ചോദിച്ചാൽ ചിലപ്പോൾ ആ പാരൻസിനോട് ആ കുട്ടി യാതൊരു വിധത്തിലും പറയില്ല ഞാൻ MDMA ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ MDMA ഉപയോഗിക്കുന്നുണ്ട് അച്ഛാന്നുള്ളത്. അപ്പം അതിന് പകരമായിട്ട് ഈ പാരൻസിന് തന്നെ അത് കണ്ടുപിടിക്കാൻ പാകത്തിനുള്ള ഒരു സിസ്റ്റം, എന്തെങ്കിലും ഒരു ടെസ്റ്റോ കാര്യങ്ങളോ ഒക്കെ വെക്കുകയാണെങ്കിൽ, അത് ഒന്നുകൂടി പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതൊന്നുകൂടി തുടച്ച് നീക്കാൻ കഴിയും. ഒരു പേടിക്കുന്ന എന്തെങ്കിലും ഒന്ന് തലമുറയ്ക്ക് അവിടെ ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ തലമുറ പേടിക്കുകയുള്ളൂ. തെറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ പേടിക്കുന്ന എന്തെങ്കിലും ഒരിക്കലും അവിടെ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ആ ഒരു തലമുറ ഒന്ന് പേടിച്ച് മുന്നോട്ട് നിൽക്കുക. ശിക്ഷയെ സംബന്ധിച്ച് പറയുമ്പോൾ ശിക്ഷ എന്ന് പറയുന്നത് തിരികെ കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമം എന്ന നിലയ്ക്ക് തന്നെ പരിഗണിക്കപ്പെടേണ്ട ഒന്നാണ്. പക്ഷെ ഈ തെറ്റു ചെയ്താലും ഇതെത്ര ഗുരുതരമായ തെറ്റാണ് എങ്കിലും അതിൽ നൂറിപ്പോരാൻ കഴിയുന്ന ഒരു സാഹചര്യം നിയമ സംവിധാനമുണ്ട് എന്നുള്ളത് തിരിച്ചറിയും നമ്മൾ. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ ഗുരുതരമായതിനെ ആക്രമിച്ചതിന് ശേഷവും അല്ലെങ്കിൽ അതൊരു പദ്ധതി ഇടുന്ന സമയത്തും ഒരുമിച്ച് ചെയ്താൽ കുറ്റമില്ല, ശിക്ഷിക്കപ്പെടില്ല എന്നൊക്കെ വിദ്യാർത്ഥികൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ഇതിനെ ചിന്തിക്കുകയും കൈകാര്യം ചെയ്യുന്ന ആളുകളെ ആണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്ന നിലയ്ക്ക് പരിഷ്കരിക്കപ്പെടണമെന്ന് തോന്നുന്നു.